Hello all my dears, welcome back to your YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് എടുത്ത് നോക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടാണോ നിൽക്കുന്നത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Knight of Cups and King of Pentacles. Okay, Queen of Swords, Eight of Swords, Five of Cups, High Priest, Six of Swords, Four of Wands and Six of Cups. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എത്രമാത്രം ആ ഒരു വ്യക്തി ആത്മാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്. 10 of Pentacles, Queen of Cups, Death, 3 of Wands, 5 of Wands. ഓക്കെ, ആൻഡ് ഒരു സ്പ്രെഡ് കൂടി നമുക്ക് കാണിക്കുന്നുണ്ട്, 2 of Wands. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പെൻറ്റക്കിൾസ് ഉണ്ട്, ആൻഡ് സോർട്സ് എനർജീസ് ഉണ്ട്, വാൺസ് ഉണ്ട്, കപ്സ് എനർജീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ എനർജീസും ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇതുവരെയുമുള്ളൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് നോക്കുവാൻ നേരത്ത് എല്ലാ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാ തരത്തിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതേസമയം തന്നെ ഇവരുടെ ഒരു മനസ്സ് നോക്കാൻ നേരത്ത് ഇവർക്ക് ചില സമയങ്ങളിൽ ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളില്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിട്ടും ഈ ഒരു പ്രണയബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹബന്ധത്തിൽ നോക്കാൻ നേരത്ത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ചില സമയങ്ങളിൽ ഒരു മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഭയങ്കരമായിട്ടൊരു വഴക്ക് നടത്തുന്നു, അല്ലെങ്കിൽ എപ്പോഴും ചിലപ്പം ചെറിയ ചെറിയ ഒരു കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവിടെ നിങ്ങൾ അറിയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ആ വ്യക്തി വന്ന് നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്നു, വാക്കുകൾ അതിര് കടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തെ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടീനെ വിശ്വസിച്ച് ഈ പേഴ്സൺ നമ്മുടെ അടുത്ത് വന്നിട്ട്
അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടെങ്കിലും, ദുഃഖങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും, ശരിക്കും ഈ ബന്ധത്തിനോട് നിങ്ങൾ 100%ഉം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. അവരെന്ത് വേണേലും കാണിച്ചോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഈ ബന്ധം വേണമെന്ന് പറഞ്ഞിട്ടാണ് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ കാര്യത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു പേഴ്സണ് വേണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ വഴക്കിടുന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്നേഹത്തിൻ്റെ പേരിലാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങളോടൊരു ശത്രുത പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്നുള്ള ഒരു മനസ്സുള്ളൊരു വ്യക്തിയായിട്ടോ നിങ്ങളുടെ വ്യക്തിനെ കാണാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ പറയാറുള്ള പോലെ സ്നേഹമുള്ളിടത്തേ വഴക്കുള്ളിടത്തേ ഒരു സ്നേഹമുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക. നിങ്ങളോട് ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമുണ്ട്, എന്നാൽ നിങ്ങളുടെ അടുത്ത് മാത്രം ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു സ്വഭാവങ്ങൾ ഇറക്കാൻ പറ്റുകയുള്ളൂ. അതായത് നിങ്ങളെ എല്ലാം ഉള്ള ഒരു രീതിക്കാണ് കാണുന്നത്. മീൻസ് നിങ്ങളാണ് ആ ഒരു പേഴ്സൻ്റെ എല്ലാം. അപ്പം അതുകൊണ്ട് ഈ വ്യക്തി ആ ഒരു സ്ഥാനം തന്നെയാണ് നിങ്ങൾക്ക് കൽപ്പിക്കുന്നത്. ഈ വ്യക്തി ഒരുപാട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളോട് വഴക്കിടുന്നു, നിങ്ങളോട് അനാവശ്യമായിട്ട് കയർത്ത് സംസാരിക്കുന്നു. ചില വ്യക്തികളുടെ അവരുടെ സംസാരം കേട്ടിട്ട് നമ്മളെ വന്ന് അവരുടെ ഭാഗത്തു നിന്നും ന്യായീകരിക്കുക, തേർഡ് പാർട്ടിയാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. കാരണം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. പക്ഷേ ഈ ഒരു പേഴ്സൺ ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സറിയാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ തോന്നും ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും ആരുമില്ല, എനിക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല, എൻ്റെ മനസ്സറിഞ്ഞ് നിൽക്കുന്ന ആരുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു വ്യക്തി പല സമയങ്ങളിൽ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇല്ലാത്തൊരു നിമിഷത്തിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഈ ബന്ധം വേണം, അല്ലാതെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കരയിപ്പിച്ചിട്ടോ ഒരു ശാപവാക്കുകൾ കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കാൻ നേരത്ത് നിങ്ങൾ ഒരുപാട് സഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി വിവാഹം കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി. അപ്പം ആ ഒരു വിവാഹ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷവാനോ ആയിരിക്കില്ല. കാരണം അവിടെ ചിലപ്പോൾ നിങ്ങളൊരു അടിമേനെ പോലെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ വിവാഹം ചെയ്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിച്ച ഒരു പേഴ്സണോ നിങ്ങളെ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഉപയോഗിക്കാൻ നിർത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ഭാര്യ എന്നുള്ളൊരു പദവിയോ ഭർത്താവ് എന്നുള്ളൊരു പദവിയോ അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടിയോ മേ ബി ഇപ്പോൾ ഫിസിക്കലിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അവരവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കുക. അല്ലാതെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫായിരുന്നില്ല കിട്ടിയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞവരുടെ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലാത്ത ചില ആൾക്കാരുടെ നോക്കാൻ നേരത്ത് ഇപ്പം നിങ്ങൾ സിംഗിൾസ് ആയിരിക്കാം, മേ ബി ഡിവോഴ്സ് ആവാം, മേ ബി ഇപ്പം നിങ്ങൾ ഓൾറെഡി വിവാഹം കഴിച്ചതാവാം. അപ്പം വിവാഹം കഴിച്ചിട്ടും ആ ഒരു വ്യക്തി മേ ബി മരണപ്പെട്ട് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു നിങ്ങൾ നേരത്തെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാവാം, ആ ഒരു വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം ചതിച്ചിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതേപോലെ തന്നെയുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളോ ചിലപ്പോൾ ടൈം പാസിനോ ആയിരിക്കാം നിങ്ങളെ കണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു പേഴ്സൺ പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ വെറും കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതിരുന്നൊരു വ്യക്തിയാവാം. മേ ബി ഇതായിരിക്കാം ഫസ്റ്റത്തെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിൽ നിന്നാവാം, ചിലപ്പോൾ നിങ്ങൾക്ക്
ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമ അനുഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ എന്തോ ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീറി നീറി കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ഇന്നത്തെ റീഡിങ് കാണുക. അങ്ങനെയുള്ളവർക്കാണ് റെസനേറ്റ് ആവുന്നത്. അപ്പം ഒരുപാട് ഒരുപാട് ഒരു ദുഃഖങ്ങളും ആ പ്രയാസങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ അനുഭവിക്കുവാൻ നേരത്ത്, ചില സമയങ്ങൾ അനുഭവിക്കാൻ നേരത്ത് നിങ്ങൾ ഓർക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോലെ, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ കരഞ്ഞ് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് ഈ ഒരു പേഴ്സൺ അങ്ങനെ ആയി പോകരുത്, ഒരിക്കലും എൻ്റേതല്ലാതായിട്ട് മാറരുത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കാം, ഞാൻ അത്രയൊക്കെ കരഞ്ഞ് പറഞ്ഞിട്ടല്ലേ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നത്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ പേഴ്സൻ്റെ കാര്യത്തിൽ ഇവർ വിട്ടിട്ട് പോവോ, അല്ലെങ്കിൽ അവരിനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഉണ്ടായിരിക്കുമോ, ഇവർ നമ്മളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? ചില സമയങ്ങളിലുള്ള ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇവർ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിക്ക് നിങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെത്ര വഴക്ക് പിടിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ മനസ്സറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അവരെ നിങ്ങളുടെ പാസ്റ്റിനെ പറ്റി നിങ്ങളെക്കാട്ടിലുപരി പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണെന്ന് അവർ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു വിചാരമുണ്ട്, അല്ല അവരുടെ മനസ്സ് ചില സമയങ്ങളിലൊക്കെ പറയുന്നത് വഴക്കിടണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ഡ്രാമ കളിക്കുന്ന പോലെ തന്നെ എപ്പോഴും സ്നേഹം കാണിച്ചാൽ പറ്റത്തില്ല. ആ ഒരു സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പേഴ്സണെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ആ വ്യക്തിക്ക് നിങ്ങൾ ഇല്ല എങ്കിൽ ആ ഒരു പേഴ്സൺ എത്രത്തോളം വേദനിക്കുന്നു എന്നും ആ വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്കും ഒരേ സമയം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചെറിയൊരു വഴക്കാണെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കമാണെങ്കിലും നിങ്ങളെ പിണക്കിക്കാനുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വരുന്നത്. പക്ഷെ അതവർ ആത്മാർത്ഥമായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് ശക്തമായിട്ട് നിങ്ങളുടെ സ്നേഹം അവരോട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരം മാത്രമാണ് ആ പേഴ്സൺ നിങ്ങളോട് അത്രത്തോളം ഒരു രീതിക്കൊക്കെ നിങ്ങളോട് കാണിക്കുന്നത്. അല്ലാതെ ആ ഒരു പേഴ്സണ് നിങ്ങളെ വെറുപ്പിക്കണം, നിങ്ങൾ വെറുത്ത് ആ ഒരു പേഴ്സണെ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് മാറിപ്പോകണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. മറ്റ് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളോട് ഇങ്ങനെ വഴക്കിട്ടിട്ട് അവർ മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അതായത് അവർ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാതെ നമ്മളെ കൊണ്ട് മാറ്റി വിടുന്ന ആൾക്കാരുണ്ട്. ഒരു കുതന്ത്ര ബുദ്ധി എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു പേഴ്സൺ നല്ലൊരു കുതന്ത്ര ബുദ്ധിയൊന്നും അവർക്കില്ല. അവർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങളോട് ആ വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ്, അവർ വളർന്നിട്ടുള്ളൊരു സാഹചര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ പേരൻസ് ഒരു നല്ല പേരൻസായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഈ വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. സോ നല്ലൊരു മനസ്സിനുടമയാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവരിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു പേഴ്സണോട് ഇഷ്ടം തോന്നാനും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും ഈ പേഴ്സണെ ഈ ഒരു ബന്ധത്തിൽ നിന്നും വിലങ്ങുതടിയായിട്ട് നിർത്തുന്നുണ്ടായിരിക്കാം, വിലങ്ങായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഈ ബന്ധം വേണ്ട. ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് സ്നേഹിച്ചു, പല വീട്ടുകാരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ടാവാം. എനിക്കിവിടെ ചില വ്യക്തികളുടെ കാര്യം നോക്കാൻ നേരത്ത് ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പേരൻസ് ഇല്ല. അതുപോലെ തന്നെ പേരൻസ് ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് സഹോദരങ്ങളുണ്ട്. മേ ബി ഇപ്പോൾ പേരൻസൊക്കെ മരണപ്പെട്ടു പോയതായിരിക്കാം. ഒരു അനാഥരായിട്ട് നിൽക്കുന്ന ഒരു രീതി. അപ്പോൾ ആരുടെയോ ഭാഗത്ത് നിന്ന്, മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവാം, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ ജീവിതം തന്നെ ജനിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച് വളർന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലൊന്നും നമ്മളെ
ആരും ചതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വളർന്നിട്ടുള്ള ആൾക്കാരുടെയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് ആണ് വരുന്നത്. അതായത് നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാനും നമ്മളോട് സ്നേഹം കാണിക്കാനും ഈ പേഴ്സൺ മാത്രമേ ഉള്ളൂ ലോകത്തിൽ എന്ന് നിങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം തകർത്തെറിയോ എന്നുള്ളൊരു ഭയം നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു പേഴ്സണോട് അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഭയം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനോട് മാത്രം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നല്ല റിസൾട്ട് കിട്ടും. കാരണം ഈ ഒരു ബന്ധം നഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചാലും വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ച് ഇപ്പം നോ കോണ്ടാക്റ്റിലാണ്, അപ്പോൾ മറ്റൊരു വ്യക്തിയോടൊപ്പം പോകാമെന്നുള്ളൊരു ചിന്തയോ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്നുള്ളൊരു ചിന്തയോ ഈ പേഴ്സൺ ഇല്ല. യഥാർത്ഥത്തിൽ അവരുടെ അങ്ങനെയുള്ള ഒരു മനസ്സ് ബ്ലാങ്കാണ്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ശരിക്കും ഇപ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനം ഏതാണ്, നല്ല രീതിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള തീരുമാനം എന്താണ് എടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ പോലും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത്. അവർ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഫീലിങ്ങും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് നാളായിട്ട് കാണാതിരിക്കുന്നുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഒരുപാട് നാളായിട്ട് കാണാതിരിക്കുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും ഉണ്ട്. അതായത് കാണണം എന്നുള്ളൊരു ചിന്തയുണ്ട്. മേ ബി ഇപ്പോൾ വീഡിയോ കോള് അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ കാണണം എന്ന് ആ ഒരു പേഴ്സണും ഒരു ഫീലിങ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. ആ ഒരു രീതിയാണ് അവരിൽ നിന്ന് കാണുന്നത്. ഓക്കെ, എന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ എന്ന് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും, എപ്പോൾ പോകാൻ പറ്റും എന്നുള്ള ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പും അങ്ങനെയുള്ള രീതിക്കുമാണ് ഈ പേഴ്സൺ ഇപ്പം നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ സ്നേഹം നിങ്ങളെ മനസ്സിലാക്കുന്ന ഇന്നത്തെ ഒരു റീഡിംഗ് ആയിരുന്നു. നല്ലൊരു റീഡിംഗ് ആയിരുന്നു ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.